സഹോദരി സഹോദരന്മാരെ, ഗോതിർത്ത് ഫെസ്റ്റ് 24 ഉദ്ഘാടനം ചെയ്ത എൻ്റെ സുഹൃത്ത് ശ്രീ ഉല്ലാസ് തോമസ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 15 നീണ്ട വർഷങ്ങളായി ഗോതിർത്ത് ഗ്രാമത്തിൽ എല്ലാ ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഈ ഫെസ്റ്റിവൽ നടക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല. ആദ്യത്തെ ഫെസ്റ്റിവൽ മുതൽ ഈ 15ാമത്തെ ഫെസ്റ്റിവൽ വരെ ഒരു ഫെസ്റ്റിവൽ പോലും മാറ്റിവെക്കാതെ പങ്കെടുത്ത ഒരാളാണ്. മാത്രമല്ല, ഗോതിർത്ത് ഗ്രാമത്തിൽ നിന്നും ചവിട്ടുനാടക കലാകാരന്മാരെ ഡൽഹിയിലെത്തിച്ച് അവരുടെ ഈ രംഗത്തുള്ള വൈഭവം നമ്മുടെ തലസ്ഥാന നഗരിയിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഗോതിരത്തിൻ്റെ അതിരുചികരമായ ഭക്ഷണം, കലാമേളകൾ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ ഗ്രാമത്തെ വ്യത്യസ്തമായി നിർത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കുന്നത്. ഗോതിരത്ത് മുസ്ലിം സൊസൈറ്റിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഉല്ലാസ് സൂചിപ്പിച്ചതുപോലെ ഒരു ഫെസ്റ്റിവൽ നടത്തുക അത്ര എളുപ്പമല്ല. എല്ലാവരുടെയും സഹകരണം വേണം, സാമ്പത്തിക സഹായം ഉണ്ടാകും. കഴിഞ്ഞ 25 വർഷങ്ങളായി ഞാൻ പ്രൊഫസർ കെ വി തോമസ് വിദ്യാർത്ഥികൾ ട്രസ്റ്റ് എന്നും നടത്തുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ ധാരാളം സഹായങ്ങളാണ് എത്തിക്കുന്നത്. SSLCക്കും പ്രീ ഡിഗ്രിക്കും A+ കിട്ടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നു, അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. കാർഷിക മേഖലയിൽ അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി ചെടികൾ നൽകുന്നു. ഇങ്ങനെ വളരെ വൈവിധ്യമായ പരിപാടികളാണ് നടക്കുന്നത്. അതുകൊണ്ടൊരു പരിപാടി നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗോതിർത്ത് ഫെസ്റ്റിൻ്റെ തുടക്കം മുതൽ പങ്കാളിയാകാൻ കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ സഹകരിക്കാം. ഈ വർഷം വലിയ പ്രതിസന്ധിയില്ലാതെ നടക്കുന്നത് കാണുന്നതിന് സന്തോഷമുണ്ട്. പക്ഷേ കോവിഡ് വന്ന കാലഘട്ടം, വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടം, അതിനുശേഷമുള്ള ഈ ആഘോഷങ്ങൾ പലപ്പോഴും ഒരു ചലഞ്ചിങ് കാലഘട്ടമായിരുന്നു. അതൊക്കെ നേരിട്ട് ഗോതിരത്തിനൊരു പുതിയ മുഖം നൽകാൻ ഗോതിരത്ത് മുസ്ലിം സൊസൈറ്റി കഴിഞ്ഞിരിക്കുന്നു. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയും അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമൂഹവുമാണ് ഇവിടെയുള്ളത്. ചവിട്ടുനാടകം ഈ ഗ്രാമത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും പ്രത്യേകതയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പരിപാടി ഇന്ന് 15 വർഷക്കാലം കൊണ്ട് വളർന്നു വലുതായിരിക്കുന്നു, ജനശ്രദ്ധ നേടിയിരിക്കുന്നു. പലരുടെയും സഹായം ഇതിന് പണ്ട് കിട്ടിയതുപോലെ തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇത് കൂടുതൽ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വാക്ക് എൻ്റെ സുഹൃത്ത് ഉല്ലാസിനെ കുറിച്ച് പറയും. ഉല്ലാസിൻ്റെ ഫാദർ തോമസ് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ തോമസുമായിട്ടും ഉല്ലാസുമായിട്ടും ഒരു കുടുംബ ബന്ധമുണ്ട്. 3 വർഷക്കാലം അദ്ദേഹം എറണാകുളം ജില്ല മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം മാറി പുതിയ ആൾ വരുന്നു. ഏതായാലും ഒരു നല്ല പ്രവർത്തന ശൈലിക്ക് നേതൃത്വം കൊടുക്കാൻ ഉല്ലാസിന് കഴിഞ്ഞു. ഇനിയും കഴിയട്ടെ. ഈ സന്ദർഭത്തിൽ പ്രത്യേകം ആശംസിച്ചുകൊണ്ട് 2024 എല്ലാവർക്കും ആഹ്ലാദജനകമായ കാലഘട്ടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിംന സന്തോഷ് നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു.